ഹലോ, ഹായ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നേ ഒരു കഥ പറയാം. ഒരു കുട്ടി ഒരു കടയിൽ പോയിട്ട് ചോദിച്ചു, ചേട്ടാ, ഇവിടെ ദൈവത്തെ വിൽക്കാനുണ്ടോ എന്ന്. അപ്പോൾ ആ കടയിലുള്ളവരൊക്കെ പറഞ്ഞു, ദൈവത്തെ വിൽക്കാനുണ്ടോ എന്നിട്ട് കുറേ കടയിൽ ആ കുട്ടി ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ പോയി. അവിടെ നിന്നൊന്നും ആ കുട്ടിക്ക് മറുപടി കിട്ടിയില്ല. എല്ലാവരും ഈ കുട്ടീനെ കളിയാക്കിയിട്ട് ഈ കുട്ടീനെ ഓടിച്ചു. ലാസ്റ്റ് 70ാമത്തെ കടയിൽ പോയിട്ട് ചോദിച്ചു, ചേട്ടാ, ഇവിടെ ദൈവത്തെ വിൽക്കാനുണ്ടോ എന്ന്. അപ്പോൾ ആ ചേട്ടന് അമ്പരന്നിട്ട് ചോദിച്ചു, അതെന്തിനാ മോനിക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് അമ്മയും അച്ഛനും ഒന്നുമില്ല, ആകെയുള്ളത് ഒരു അമ്മാവനാണ്. അമ്മാവനിപ്പോൾ വയ്യാണ്ട ഹോസ്പിറ്റലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ദൈവത്തെ വിളിച്ചു എന്ന്. ആണോ? അപ്പോൾ ഈ കടത്തെ ചേട്ടനെൻ്റെ ഒരു കുപ്പിയിൽ ഇത്തിരി തേൻ കൊടുത്തിട്ട് പറഞ്ഞു, അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ 50 രൂപയുണ്ട് കേട്ടോ. തേൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടു കൊടുക്ക് മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോഴത്തേനും അമ്മാവൻ്റെ ബോധം വന്നിരിക്കുന്നു. അമ്മാവന് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മാവൻ ഡിസ്ചാർജ് ആയപ്പോൾ ബില്ല് മൊത്തം ഒരാൾ അടച്ചെന്ന് കേട്ടപ്പോൾ അവരമ്പരന്നു. അപ്പോൾ ഈ കുട്ടി അമ്മാവനോട് പറയാം, ഇങ്ങനെ ഉണ്ടായി, എനിക്കൊരു തേൻ തന്നു. അമ്മാവനും കുട്ടിയും കൂടിയിട്ട് അയാളെ കാണാൻ പോയി നോക്കുമ്പോൾ ആ നാട്ടിലത്തെ വലിയ കോടീശ്വരനായിരുന്നു ഈ ചേട്ടൻ. അപ്പോൾ അതൊന്നുമല്ല, ഈ കുട്ടിയുടെ അപ്പത്ത നിഷ്കളങ്കത, ഇവൻ്റെ മുഖത്ത് ഇവൻ ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ, അതാണ്. ആ സമയം അപ്പം അമ്മാവൻ ചോദിക്കുന്നുണ്ട്, ഇതിന് ഞങ്ങൾ എന്ത് പകരം ചെയ്യുന്ന? നിങ്ങൾ ദൈവത്തെ വിളിച്ചു, ദൈവം അവിടെ വന്നു, അതിൽ വിശ്വസിക്കൂ. ആ മോന് 50 രൂപയായിട്ടാണ് എൻ്റെ മുന്നിൽ വന്നത്. അപ്പോൾ നമ്മളൊരു കാര്യത്തിന് നമ്മൾ വിശ്വസിക്കുമ്പോൾ കുറേ തടസ്സങ്ങളും കുറേ ആൾക്കാർ നമ്മളെ പരിഹസിക്കാനും കുറേ ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്താനും ഒക്കെ ഉണ്ടാവും. തെറ്റുകൾ മനുഷ്യന്മാരാണ് സംഭവിച്ചിരിക്കാം. പക്ഷേ നമ്മൾക്ക് സഹായിച്ചിട്ടും ചിലവരുണ്ടത് എടുത്ത് പറയുന്നവർ. നമ്മളവരെ സഹായിച്ചതൊന്നും ഒന്നും അല്ലാതാവുന്നൊരു നിമിഷമുണ്ട്. അങ്ങനെയുള്ളവരെ മുന്നിൽ ഇങ്ങനെയും കുറേ സംഭവങ്ങളുണ്ടെന്നും ചിലവരുണ്ട് ദേഷ്യം പിടിച്ചാൽ എന്തൊക്കെയോ പലരോടും പലതരത്തിൽ പറയുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് ആലോചിക്കുക, എന്നും ഇതേമാതിരി സൗന്ദര്യത്തോടെ ബോധം പോലെ ഒന്നും നമ്മളുണ്ടാവില്ല. ഏതൊരു വലിയവനും ഒരു വീഴ്ച ഉണ്ടാവും. അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ ഇതിലും വലിയത് കിട്ടും. അഹങ്കരിക്കരുത്. പലരോടും പലതരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ എങ്ങനെയൊക്കെ അതിനെ മാറ്റിയെടുക്കാമെന്ന് കരുതുന്നുണ്ടോ? അത് നല്ല ഒരാൾക്കാർക്ക് പറ്റിയ സ്വഭാവമല്ല. അപ്പോൾ ആലോചിക്കുക, നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക. അതിനുള്ള കൂലി പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടാവും. പറഞ്ഞ മനസ്സിലായോ? ആരൊക്കെ നമ്മളെ കുറ്റം പറഞ്ഞാലും ആരൊക്കെ നമ്മളെ ചതിച്ചാലും നമ്മൾ പടച്ച റബ്ബിന് കൊടുക്കുക. ഓരോ തെളിവും നമ്മളിലേക്ക് എത്തിച്ചു തരും പടച്ച. ഇന്ന ആരൊക്കെ എന്നെ വഞ്ചിച്ചിട്ടുണ്ടോ, അവരെ വായെന്ന് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ഇന്നയാൾ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നുള്ളത് അവരെ വായെന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ വിട്ടുകൊടുക്കുക. അവരെന്നെ നമ്മളോട് തുറന്ന് പറയുന്ന ഒരവസരം ഉണ്ടാവും, അത് തെറ്റായിരുന്നു എന്നുള്ള കാര്യം അവരെന്നെ പറയും. നമ്മൾ വിശ്വസിക്കുക. ഇനി എത്ര കാലം ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. കാരണം കുറച്ച്
എൻ്റെ മനസ്സിൽ ഞാനൊരു കാര്യം വിചാരിച്ചിട്ടുണ്ട്, അത് ഉണ്ടാവുള്ളൂ കുറച്ച്. അത് ഞാൻ എത്രയും വൈകാതെ നിങ്ങളോട് എല്ലാവരോടും പറയുന്നതായിരിക്കും. അതോടെ ഫിനിഷ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.